പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി വീണ്ടും ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. ഇന്നത്തെ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പുതിയ ഒരു വർഷം കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ ഈ അനുഗ്രഹിക്കപ്പെട്ട വർഷക്കാലം നാം ചെയ്യേണ്ടതായ 3 കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനിൽ കൂടെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പൗലോസ് ഫിലിപ്പിയ സഭയിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയ സഭയോട് ദൈവത്തിൻ്റെ ആത്മസഹായത്താൽ പറയുകയാണ്. അതേ പൗലോസ് എടുത്ത 1-ാമത്തെ തീരുമാനം, ഒന്ന് ഞാൻ ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ദൈവമക്കൾ എടുക്കേണ്ട 1-ാമത്തെ തീരുമാനം, നാം ചെയ്യുന്നതൊക്കെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആകണം, അല്ലെങ്കിൽ അർത്ഥാൽ നാം തന്നെ ആകണമെന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ രക്ഷ വ്യക്തിപരമാണ്. നാം സ്നാനപ്പെടുന്നത് വ്യക്തിപരമായ അതേ ദൈവിക വിശ്വാസത്താലാണ്. ദൈവത്തിൻ്റെ വേർപാട് പ്രാപിക്കുന്നത് വ്യക്തിപരമായ തീരുമാനത്താലാണ്. മറ്റുള്ളവരുടെ പരപ്രേരണയാൽ രക്ഷിക്കപ്പെടുകയോ സ്നാനപ്പെടുകയോ വേർപെടുകയോ ചെയ്താൽ അത് ശാശ്വതമല്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പൗലോസ് ഇവിടെ ആധികാരികമായി പറയുക, ഒന്ന് ഞാൻ ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വർഷക്കാലം നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാ ദൈവാത്മാവെന്ന് പകൽവേളയിൽ നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളെ, നാം ചെയ്യേണ്ടത് നാം ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നാം ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ അത് ദൈവത്തെ കൊണ്ട് ചില കാര്യങ്ങൾ നാം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, നാം ചെയ്യേണ്ടത് നാം ചെയ്യുക തന്നെ ചെയ്യണം. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാട്ടിലും നല്ലതല്ലോ. നാം ഒന്നാമതായി അനുസരണ മനോഭാവം ഉണ്ടാകണം. നാം വായിച്ച വേദഭാഗത്തേക്ക് നാം മടങ്ങി വരാം. പൗലോസ് പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു. ഒരു പേഴ്സണൽ ഡിസിഷനാണ് ആഗ്രഹിക്കുന്നത് പൗലോസ് ഇവിടെ ചെയ്യുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നു. എന്താണ് പൗലോസ് പറയുന്നത്? ഞാൻ ചെയ്യാൻ പോകുന്നത് പിൻപിലുള്ളത് മറക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഈ പുതിയ വർഷക്കാലം പിൻപിലുള്ള കാര്യങ്ങളെ നാം മറക്കണം. നമുക്ക് കഴിഞ്ഞ 2025 വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില നിരാശജനകമായ കാര്യങ്ങൾ, നഷ്ടങ്ങൾ, അതേ കഷ്ടതകൾ, വേദനകൾ, രോഗങ്ങൾ, എന്തൊക്കെയാണോ നമ്മെ വേദനിപ്പിച്ച് നിൽക്കുന്നത്, എന്തൊക്കെയാണോ നമ്മെ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ നമ്മെ പിടിച്ചു നിർത്തുന്നത്, അതിനെയൊക്കെ മറക്കാനുള്ള ഒരു വ്യക്തിപരമായ തീരുമാനം ഇന്ന് എടുക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക. അതാ പൗലോസ് ആദ്യം പറഞ്ഞത്, ഞാൻ സ്വയം എടുക്കുന്ന തീരുമാനമാണ്. ഒന്ന് ഞാൻ ചെയ്യുന്നു. പൗലോസ് തന്നെ എടുക്കുന്ന തീരുമാനമാണ്. പിൻപിലുള്ളത് ഞാൻ മറക്കാൻ പോകുക. ഇന്ന് പകൽവേളയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതം ഒരു പക്ഷെങ്കിൽ വിഷമം നിറഞ്ഞതായിരിക്കാം. ഒരുപാട് നിരാശകൾ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം വന്ന് കാണാം. ഒരുപാട് പ്രതികൂലങ്ങൾ നിങ്ങൾ അനുഭവിച്ച് കാണാം. മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തി കാണും. മറ്റുള്ളവർ നിങ്ങളെ തളർത്തുന്ന വാക്കുകൾ പറഞ്ഞു കാണും. പക്ഷേ അതെല്ലാം നിങ്ങൾ മറക്കാൻ ദൈവാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുക. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച സകല വേദനകളെ നിങ്ങൾ മറക്കുക. നിങ്ങളുടെ വിഷമങ്ങളെ നിങ്ങൾ മറക്കുക. നിങ്ങളുടെ കഷ്ടതകളെ നിങ്ങൾ മറക്കുക. എന്തിനാണെന്നറിയാമോ പൗലോസ് പറയുന്നത്? ഞാൻ പിൻപിലുള്ളത് മറക്കുന്നു. അടുത്തത് പൗലോസ് പറയുന്നു, അടുത്ത ഭാഗം പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫോർഗെറ്റിംഗ് ദ പാസ്റ്റ്, നിന്റെ കഴിഞ്ഞകാല അനുഭവങ്ങളെ നീ മറക്കണം. 2 പ്രസിംഗ് ഫോർവേഡ്, ഞാൻ മുൻപിലുള്ള ചിലതിനു വേണ്ടി ഞാൻ ആഞ്ഞു പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ചിലത് പ്രാപിക്കുവാൻ, ചിലത് നേടിയെടുക്കുവാൻ, അതേ നമുക്കൊരു തീരുമാനമെടുക്കണമെന്ന് പൗലോസോട് പറയുക. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിക്കാത്തത്, കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് ലഭിക്കാത്തത് നേടിയെടുക്കുവാൻ ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരുമെന്ന് എത്ര പേർക്ക് തീരുമാനമെടുക്കുവാൻ കഴിയും? എൻ്റെ ആത്മീക ജീവിതത്തിലേക്ക് ഞാൻ ഇതാ വരാൻ പോകുന്ന തീരുമാനമെടുക്കുവാൻ എത്ര പേർക്ക് സാധിക്കും? എൻ്റെ ആരാധനയിൽ ഞാൻ നിരുത്സാഹപ്പെട്ടു പോയ സാഹചര്യങ്ങൾ, ഞാൻ ആരാധനയ്ക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കുവാൻ കഴിയാതെ, ആലയത്തിൽ പോകാതെ, കൂട്ടായ്മകളിൽ സംബന്ധിക്കാതെ, വേദപുസ്തകം വായിക്കാതെ, പ്രാർത്ഥിപ്പാനിരിക്കാതെ, ആത്മീകമായി വളർച്ചയ്ക്ക് ഉത്തേജകമായ
കാര്യങ്ങളൊന്നും ചെയ്യാതെ വേണമിരുന്ന എൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങളെ ഞാൻ മറന്നിട്ട് പുതിയൊരു തീരുമാനം ഞാൻ എടുക്കുന്നു എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ്. ഒന്ന് ഞാൻ പൗലോസ് പറഞ്ഞതുപോലെ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ ഞാൻ മറക്കുക, എൻ്റെ ബലഹീനതകളെ ഞാൻ മറക്കുക, എൻ്റെ കട്ടതകളെ ഞാൻ മറക്കുക, ഞാൻ മുൻപോട്ട് കുതിക്കുക. അതല്ലേ ദാവീദ് ചെയ്തത്. താൻ ഒരു ചെറിയ ബാലനാണ്, താൻ ബലഹീനനാണ്, പക്ഷെ ഒറ്റ നിമിഷം തൻ്റെ മുൻപിലുള്ള ശത്രുവിൻ്റെ മുൻപിൽ സകലതും മറന്നിട്ട് ദൈവത്തിന്റെ സഹായത്താൽ മുൻപോട്ട് പോകുന്ന അതേ ദാവീദിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അടുത്തവിടെ പറയുന്നു, മുൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. 3 കാര്യങ്ങൾ ദൈവാത്മാവ് പറയുന്ന ഈ വർഷക്കാലം നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. 1, നിങ്ങളുടെ കഴിഞ്ഞകാല അനുഭവങ്ങളെ നിങ്ങൾ മറക്കുക. 2, മുൻപോട്ട് ഓടണമെന്നുള്ളൊരു ആഗ്രഹം, നേടണമെന്നുള്ള ചില പ്രാർത്ഥിച്ച് നേടണമെന്ന്, ആരാധിച്ച് നേടണമെന്നുള്ള ഒരു തീരുമാനം നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. 3, ഡൂയിങ് സംതിങ് ന്യൂ. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ചില പുതിയത് ചെയ്യാൻ പോകുക. ഈ വർഷക്കാലം നാം ചെയ്യുന്നതെല്ലാം പുതിയതായി തീരട്ടെ. പഴയതൊരുത്തിലാരും പുതിയതേ പൊയിഞ്ഞു പകരുകയില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പുതിയ ഹൃദയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഏറ്റുപറച്ച ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് അരുളി ചെയ്ത കർത്താവ് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നിങ്ങൾക്ക് പാപമോചനം നൽകി നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ആകയാൽ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഈ വർഷക്കാലം നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആകണോ? ഈ വർഷക്കാലം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വേണോ? ഈ വർഷക്കാലം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവത്താൽ നടക്കപ്പെടണമോ? നിങ്ങൾ ഒന്ന് ചെയ്യുക, കഴിഞ്ഞകാല അനുഭവങ്ങളെ മറക്കുക, നിങ്ങളുടെ പാപ വഴികളെ വിടുക, വിശുദ്ധ ജീവിതത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരിക, നിങ്ങളുടെ നിരാശകൾ വിടുക. മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ചത്, മറ്റുള്ളവർ നിങ്ങളെ തള്ളിക്കളഞ്ഞത്, തകർത്ത് കളഞ്ഞത്, നിങ്ങളെ ആരാധിക്കാൻ പോകുന്ന ആരാധന സ്ഥലങ്ങൾ, നിങ്ങൾക്കുണ്ടായ ഒറ്റപ്പെടലുകൾ, നിങ്ങളുടെ ബന്ധുക്കൾ, ചാർച്ചക്കാർ, നിങ്ങളുടെ സ്നേഹിതർ, നിങ്ങളുടെ കൂടെ പാർക്കുന്നവരൊക്കെ നിങ്ങളെ തകർന്നു പോകത്തക്ക നിലയിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് കൊണ്ടുവന്ന ചില വേദനയുടെ അനുഭവങ്ങൾ, അതിനെയെല്ലാം മറക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്കൂടെ പറഞ്ഞ് നിർത്തട്ടെ. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, പെനീന എന്ന സ്ത്രീ ഹന്ന എന്ന സ്ത്രീയെ ഭവനത്തിൽ വേദനിപ്പിച്ചപ്പോൾ അവൾ മറുപടി തിരിച്ചൊന്നും പറയാതെ അവൾ മുൻപോട്ട് പോയി. എവിടെ? ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നുപോയതുപോലെ ഈ പകൽക്കാല ദൈവാത്മാവ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന, എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ദൂത് ഇതാണ്. എന്തൊക്കെ നിങ്ങൾക്ക് പ്രതികൂലം വന്നാലും നിങ്ങൾ മുൻപോട്ട് പോകുക. നിങ്ങൾക്ക് മുൻപിൽ ഒരു നാഥനുണ്ട്. കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും. നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തുള്ള എല്ലാ സമാധാനവും ദൈവം മാറ്റും. മാറാത്ത നിങ്ങളുടെ രോഗങ്ങളെ മാറ്റും. നിങ്ങളുടെ പാപത്തിന്റെ വഴികൾ ദൈവം മാറ്റി നൽകും. ഈ കർത്താവിനെ ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടെ മുൻപോട്ട് പോകുക. ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഈ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.